إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا ما لكم لا ترجون لله وقارا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യമായും ശ്രദ്ധയോടുകൂടിയും സൂക്ഷിച്ചുകൊണ്ടും ഉണ്ടാവണേ എന്ന് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സൽക്കർമ്മങ്ങളും അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹ് 10, 11, 12, 13 ആയത്തുകളാണ് ആമുഖമായിട്ട് ഓതി കേൾപ്പിച്ചത്.
മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് ആയുസ്സ് കൊടുത്തു. 950 വർഷത്തോളം അദ്ദേഹം പ്രബോധനം ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലുടനീളം നമുക്ക് വായിക്കാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിലൂടെ. ഞാൻ കൃത്യമായ വ്യക്തമായ താക്കീതുകാരനാണ്, അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും അദ്ദേഹം ഇത്രയും കാലം, സുദീർഘ വർഷം കാലം, രാവും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ അദ്ദേഹം പ്രബോധനം ചെയ്തു. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനും അദ്ദേഹത്തെ പിൻപറ്റുവാനും അനുയായികളായി മാറുവാനും പരിശ്രമിച്ചുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ സങ്കടം. പടച്ചവനെ, ഞാൻ എൻ്റെ ജനതയെ, എൻ്റെ നാട്ടുകാരെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വീട്ടുകാരെയൊക്കെ നിരന്തരമായി ഉപദേശിച്ചു. ആ ഉപദേശങ്ങളിൽ പെട്ട ചില കാര്യങ്ങളാണ് 10 മുതൽ 13 വരെയുള്ള ആയത്തിൽ ഓതി കേൾപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു നോക്കി, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടിക്കൊള്ളുവിൻ. ഇന്നഹു കാന ഗഫാറ, അവനെല്ലാം പുറത്തു തരുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾ പാപമോചനം പതിവാക്കിയാൽ അതിന്റെ ഒരു പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നത്. യുർസിലിസ് സമാഅ, ആകാശം നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും. മിദ്റാറൻ, തുടരെ തുടരെ സമൃദ്ധമായ ജലം, മഴ. വയുംദിദുകും ബിഅംവാലിൻ വബനീന, നിങ്ങൾക്ക് ധാരാളം മക്കളുണ്ടാവും, നല്ല മക്കള്, ആരോഗ്യമുള്ള മക്കള്. വബനീൻ, യുംദിദുകും ബിഅംവാലിൻ, നിങ്ങൾക്ക് സമൃദ്ധമായ ധനം ഉണ്ടാവും. പണം നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നവരാണ്. ആരോഗ്യമുള്ള, നല്ല സ്വഭാവമുള്ള, നല്ല ഗുണമുള്ള, പക്വതയുള്ള മക്കളെ അല്ലാഹു നിങ്ങൾക്ക് തരും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, നിങ്ങൾക്ക് തോട്ടമുണ്ടാവും, പുഴയിലൊക്കെ സമൃദ്ധമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഞാൻ ഈ ഒരു ആയത്ത് ഇന്നത്തെ ഖുതുബയിൽ സെലക്ട് ചെയ്യാൻ കാരണം, ഈ ആയത്തുകളെ നമ്മളുടെ ജീവിതവുമായി ഒന്ന് നമ്മൾ തട്ടിച്ചു നോക്കണം. ഈ പറഞ്ഞ ആയത്തുകൾ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം നമ്മളുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, പൊരുത്തമുണ്ടോ, പൊരുത്തക്കേടുകളുണ്ടോ? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾക്കൊന്ന് വിശകലനം ചെയ്യാൻ, ഒന്ന് നമ്മളുടെ മനസ്സിലൂടെ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ 2-3 ആയത്തുകൾ ഓതിയത്. ഇപ്പോ മനുഷ്യർ തെറ്റ് ചെയ്യാറുണ്ട്. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യാറുണ്ട്. പ്രവാചകന്മാർ ഒഴികെ മറ്റുള്ളവർക്കൊക്കെ തെറ്റുകൾ, ചെറുതും വലുതുമായ ധാരാളം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൽ
തെറ്റുകൾ 2-3 തരത്തിലാണ്. ഒന്ന്, നമ്മൾ സ്വന്തം ശരീരത്തോട്, നമ്മളോട് തന്നെ ചെയ്യുന്ന തെറ്റുകൾ. മറ്റൊന്ന്, നമ്മൾ മറ്റൊരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ചെയ്യുന്ന തെറ്റുകൾ. മൂന്നാമത്തത്, നമ്മളും പടച്ചോനും തമ്മിൽ, നമ്മൾ പടച്ചോന് എതിരെ ചെയ്യുന്ന തെറ്റുകൾ. ഇങ്ങനെ 3 വിഭാഗമായി വേണമെങ്കിൽ നമ്മൾക്ക് തെറ്റുകളെ തരംതിരിക്കാൻ പറ്റും. ഞാൻ ഈ പറയുമ്പോൾ നമ്മളുടെ ജീവിതവുമായി ഞാനും നിങ്ങളും ഈ പറയുന്ന സംഗതിയെ ബന്ധപ്പെടുത്തി നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗാംഭീര്യം അല്ലെങ്കിൽ ഗൗരവം, അനന്തരഫലം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിരന്തരമായി നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ ഇങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തികൾക്ക് അനുഗ്രഹങ്ങൾ തടയപ്പെടും. ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു നീറ്റൽ, ഒരു കുറ്റബോധം അനുഭവപ്പെടും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പോലും പല പ്രയാസങ്ങളുണ്ടാകും, അസുഖങ്ങളും കൂടിക്കൊണ്ടിരിക്കും. കച്ചവടത്തിലൊക്കെ ചെയ്യുന്ന ജോലികളിലൊക്കെ നിരന്തരമായ പരാജയങ്ങളും ലോസും ഒക്കെ അനുഭവപ്പെടാം. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാം. ഇനി ഒരാള് പാപമോചനത്തെ തേടി അവന്റെ ശരീരവും മനസ്സും അവന്റെ ജീവിതമൊക്കെ നല്ലൊരു രൂപത്തിൽ, പോസിറ്റീവായ ഒരു രൂപത്തിലേക്ക് മാറ്റിയാൽ, ഒരുപാട് തൗബ ചെയ്ത് അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ അവിടെ സംഭവിക്കുക, ഖുർആൻ പറഞ്ഞ പോലെ ധാരാളം മഴ വർഷിക്കും, ഇഷ്ടം പോലെ പണം ഒഴുകും, നമ്മുടെ മക്കളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല വ്യക്തിത്വമുള്ള മാതാപിതാക്കളായ നമ്മൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ തരുന്ന മക്കളായി വളരും. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ, കൃഷിയിൽ, നമ്മുടെ കുടുംബത്തിലൊക്കെ എപ്പോഴും സന്തോഷം, സമാധാനം, സ്വസ്ഥത ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിരന്തരമായി നമ്മൾ പശ്ചാത്തപിക്കുകയാണ്. ഈ നോക്കൂ സുഹൃത്തുക്കളെ, എങ്ങനെയാണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ല ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ എല്ലാം, കുല്ലു ഇബ്നു ആദം ഖത്താഊൻ, തെറ്റു ചെയ്യുന്നവരാണ്, മനുഷ്യരാണ്. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ അത് നന്മയിലേക്കും തിന്മയിലേക്കും, പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും പോകാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ ചിന്തകളിലൂടെ തന്നെ നമുക്കുണ്ടാകും. ഒരാൾ തെറ്റ് ചെയ്യുന്നത്, ആദ്യം ആ തെറ്റ് സംഭവിക്കുന്നത് അയാളുടെ മനസ്സിലാണ്. ആ മനസ്സിലെ ചിന്തകൾ തീരുമാനമായി, ആ തീരുമാനങ്ങൾ പ്രവൃത്തികളാകുമ്പോഴാണ് അത് നന്മയും തിന്മയൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കുല്ലു ഇബ്നു ആദം ഖത്താഊൻ വഖൈറുകും അൽ മുസ്തഗ്ഫിറൂൻ, ആ തെറ്റു ചെയ്യുന്നവരിൽ ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകൾ നല്ല ആളുകളായി മാറും. ഇനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനം കൂടി ശ്രദ്ധിക്കും. മൽ ലസിമൽ ഇസ്തിഗ്ഫാർ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എന്താ പറയുക, പൊന്നു വിളയിക്കുക എന്ന് പറഞ്ഞത്, പുഷ്പം പോലെ നമ്മുടെ ജീവിതം അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹദീസാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. എങ്ങനെ? മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരു വ്യക്തി ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ എന്താ സംഭവിക്കുക? ജഅലല്ലാഹു മിൻ കുല്ലി ദീകിൻ മഖ്റജ.
എന്താണ്? ജഅലല്ലാഹു മിൻ കുല്ലി റീഖിൻ മഖ്റജ. അവന്റെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും എല്ലാ ബ്ലോക്കുകളും അവന് ഓപ്പണായി തുറന്നു കൊടുക്കും. ഒരാള് അവന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ധാരാളം വിജയങ്ങളും അവസരങ്ങളും തുറവികളും അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, വമിൻ കുല്ലി ഹമ്മിൻ ഫറജ. അവന്റെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും മാറിപ്പോകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ ചിന്തിക്കാത്ത, അവൻ പ്രതീക്ഷിക്കാത്ത, അവൻ കണക്കുകൂട്ടാത്ത വഴികളിലൂടെ അവന് ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. എന്തൊരു പവർഫുള്ളായ ഒരു ഹദീസാണ് അല്ലേ? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവന്റെ എല്ലാ പ്രതിസന്ധികളും ഒഴിഞ്ഞു പോകും. അവന്റെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാതെയാവും. അവൻ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അവന് ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. ഇതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഓർത്തെടുത്ത് അതൊന്ന് അല്ലാഹുവിൽ സമർപ്പിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. എത്ര എളുപ്പമുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്? നമ്മൾ ഇസ്തിഗ്ഫാർ നടത്താറുണ്ടോ? സത്യത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ നടത്തേണ്ടത്? നമ്മളൊരു ഭാഗത്ത് ഒഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടേതായ ഒരു സ്ഥലത്ത്, പള്ളിയിലോ വീട്ടിലോ നമ്മൾ മാത്രമുള്ള ഒരു സന്ദർഭമായിരിക്കുക. കണ്ണടച്ചോ കണ്ണടക്കാതെയൊക്കെ നമ്മൾ സ്വസ്ഥമായിട്ട് കുറച്ചേരം ഇരിക്കുക. മൊബൈലൊക്കെ വേണമെങ്കിൽ സൈലന്റ് ആക്കി വെക്കാം. എന്നിട്ട് നമ്മൾ നമ്മളുടെ അകത്തോട്ടൊന്ന് നോക്കാം. നമ്മളുടെ പാസ്റ്റ് ലൈഫിലേക്ക്, കഴിഞ്ഞു പോയ ഇന്നലകളിലേക്കൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോൾ നമുക്ക് പലതും ഇങ്ങനെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ഞാൻ അത് ചെയ്തു, ശരിയായില്ല. ഇത് ചെയ്തു, ശരിയായില്ല. ഇന്ന വ്യക്തിയെ പ്രയാസപ്പെടുത്തി, അത് തെറ്റാണ്. ഇങ്ങനെ പലതും ഓർമ്മ വരുന്നതിൽ ഏറ്റവും വലിയൊരു തെറ്റുണ്ടാവുമല്ലോ. ഞാൻ ഈ ഇരിക്കുന്ന ആളുകളെ വലിയൊരു കുറ്റക്കാരും തെറ്റുകാരും ആക്കുകയല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ ഓർക്കുക. ഒന്നോ രണ്ടോ തെറ്റുകളെ എടുക്കുക, നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് പറ്റുമെങ്കിൽ നമ്മുടെ വലത്തെ കയ്യിൽ നമ്മുടെ ഹൃദയത്തിൽ വെക്കുക. എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ. പടച്ചോനെ, ഞാൻ എന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറാ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ തെറ്റുകളൊക്കെ അറിയുന്നവൻ, ഈ തെറ്റുകളൊക്കെ പൊറുക്കുന്നവൻ നീ മാത്രമാണ്. ഫഗ്ഫിർലി, അതുകൊണ്ട് എനിക്ക് പുറത്തു കൊണ്ടാണ്. മഗ്ഫിറത്തൻ, എനിക്ക് പാപമോചനം കൊണ്ടാണ്. മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണേ. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ എല്ലാം പൊറുക്കുന്നവനാണ്, നീ എല്ലാം കാണുന്നവനാണ്, നീ റഹ്മാനാണ്, റഹീമാണ്. ഈ ഒരു പ്രാർത്ഥന ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഓരോ നമസ്കാരത്തിലും അവസാനത്തെ അത്തഹിയ്യാത്തിനും സ്വലാത്തിനും ശേഷം നമ്മൾ മൂന്നാമതായി ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. ആ സമയത്ത് സ്പീഡാണ് ചൊല്ലിപ്പോവണേ. അപ്പൊ ഈ ഒരു പ്രാർത്ഥന നമ്മൾ എടുത്തിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇരുന്ന് സ്വസ്ഥമായി നമ്മൾ നമ്മുടെ അകത്തോട്ട് നോക്കി നമ്മൾ നമ്മളോട് തന്നെ ആ തെറ്റും ഓർക്കുക, ഈ പ്രാർത്ഥനയും ഓർക്കുക.
ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ചെയ്ത ആ തെറ്റ് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം, ഓർമ്മയിലുണ്ടാവണം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് 2 3 തവണ ചൊല്ലി നോക്കൂ. നമ്മുടെ മുഖം തെളിഞ്ഞു വരും, നമ്മുടെ ഹൃദയം വിശാലമാകും, നമ്മുടെ ശരീരത്തിന് എന്തോ ഇറങ്ങി ഓടിപ്പോയതുപോലെ നമുക്ക് തോന്നും. അതാ തെറ്റുകളാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ആ ഒരു അർത്ഥം, ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أوصيكم ثانيا بتقوى الله. നമ്മൾ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ ഓർത്തെടുത്ത് ആ തെറ്റുകൾ എടുത്തെടുത്ത് പറഞ്ഞ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകും, മനസ്സ് തെളിയും, ജീവിതത്തിലെ ബ്ലോക്കുകളൊക്കെ ഇല്ലാതെയാകും എന്നാണ് സൂചിപ്പിച്ചത്. നമുക്കൊരു വ്യക്തിയോട്, ഒരു വ്യക്തി നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്തു, നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ചു. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഭാര്യയാവാം, അയൽവാസികളാവാം, കുടുംബക്കാരാവാം, സഹപ്രവർത്തകരാവാം, നാട്ടുകാരാം, ആരോ ആവട്ടെ, അവര് നമ്മളെ ഇങ്ങോട്ട് പ്രയാസപ്പെടുത്തി. അപ്പൊ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ, ഓർക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ വല്ലാത്തൊരു ദേഷ്യം, ഇറിറ്റേഷൻ വരികയാണ്. അദ്ദേഹത്തോടുള്ള ആ ഒരു അടങ്ങാത്ത വൈരാഗ്യം, അവന് പകരം കിട്ടണം, അവന് പൊളിഞ്ഞു പോണം, അവൻ തകർന്നു പോണം, അവനൊരു പണി കിട്ടണം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കുക. ആ ചിന്ത പോലും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കും, നമ്മളെ പരാജയപ്പെടുത്തും. ആ ചിന്ത എന്താണ് പറഞ്ഞത്? ഏതോ ഒരു വ്യക്തി, അയൽവാസിയോ സഹപ്രവർത്തകനോ കുടുംബക്കാരോ ആരോ ഇങ്ങോട്ട് നമ്മളെ ഉപദ്രവിക്കും, നമുക്ക് പണി തന്നു, 100% ഇങ്ങോട്ട് പണി തന്നതാണ്. ആ ഒരു പ്രവൃത്തി മൂലം നമ്മുടെ മനസ്സ് അദ്ദേഹത്തോട് അടങ്ങാത്ത വൈരാഗ്യമുണ്ടെങ്കിൽ പോലും അത് നമ്മളെ പരാജയപ്പെടും. അവിടെ നമ്മൾ വിട്ടുകൊടുക്കുക, അവനോട് ക്ഷമിക്കുക, അവന് മാപ്പ് കൊടുക്കുക, നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഭാരത്തെ ഒഴിവാക്കി വിടുക. അവൻ നമ്മളോട് പലതും ചെയ്തു, ഓക്കെ, സമ്മതിച്ചു, അവനോട് സോറി പറയാ, നേരിട്ടല്ല, നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അവനോട് ക്ഷമിച്ചു കൊടുക്കുക. അപ്പോഴും നമ്മുടെ മനസ്സിലെ, നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഒഴിഞ്ഞു പോകും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കേണ്ടത്. ഇല്ലെങ്കിൽ എന്നും ദുഃഖവും ദുരിതവും പ്രയാസവും പരാജയവും ഒക്കെ നമ്മൾ ജീവിച്ച് തീർക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ, മനസ്സിനൊക്കെ കഴുകിക്കളയാനുള്ള പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ, ഖുർആനിലെ, ഹദീസിലെ ചില സൂത്രവാക്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയാനുള്ള മറ്റൊരു സൊല്യൂഷനാണ് നമ്മുടെ തഹിയ്യാത്തിലെ അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. ഇതും നമ്മൾക്കറിയാം. എന്താണ്? അല്ലാഹുമ്മ ഉഫ്റുലി മാ ഖദ്ദംതു. നമ്മൾ മദ്രസ പഠിച്ചതാണ്. ഓരോ ദിവസവും നമസ്കാരത്തില് തഹിയ്യാത്തില് അവസാനമായി നമ്മൾ ചൊല്ലുന്നതാണ്. അല്ലാഹുമ്മ ഉഫ്റുലി മാ ഖദ്ദംതു വമാ അഖർതു. പടച്ചോനെ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാം പുറത്തുകൊണ്ട. വമാ അസ്റർതു വമാ അഗ്ലൻതു. ഞാൻ രഹസ്യമായിട്ട് ചെയ്തത്, ഞാൻ പരസ്യമായിട്ട് ചെയ്തത്, ഇതൊക്കെ പുറത്തുകൊണ്ട.
വമാ അൻത അഗ്ലമു ബിഹി മിന്നീ, നീ മാത്രമാണ് എൻ്റെ പ്രവർത്തനത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ചിന്തകളെ കൃത്യമായിട്ട് അറിയുന്നവൻ. അല്ലെ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ആരും അറിയാറില്ല. തെറ്റുകൾ എപ്പോഴാണ് സംഭവിക്കുക? ആരുമില്ല, ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ഒരു സന്ദർഭത്തിലാണ് അധികം തെറ്റുകൾ സംഭവിക്കുക. ആൾക്കൂട്ടത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ ഈ പ്രാർത്ഥനയിലെല്ലാം വന്നു വമാ അസ്റർതു വമാ അഗ്ലൻതു മാ ഖദ്ദംതു വമാ അഖർതു. മുമ്പ് കഴിഞ്ഞു പോയത് അത് മറന്നുപോയിട്ടുണ്ട്. ഇനി ലൈഫിൽ വരാനിരിക്കുന്നത്, അതല്ലെങ്കിൽ രഹസ്യമായത്, പരസ്യമായത് എല്ലാം പുറത്തു കൊണ്ടാവും. എന്നെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവൻ നീ മാത്രമാണ്. നീ, ഞാൻ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഉണ്ട്. ആര്? അല്ലാഹു. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നീ ഇവിടെ തന്നെ ഉണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത, നീ മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളെ കഴുകിക്കളയാനുള്ള ഒന്നാമത്തെയും രണ്ടാമത്തെയും സൂപ്പർ സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് പ്രാർത്ഥനകളാണെങ്കിൽ നമ്മൾക്ക് പച്ചവെള്ളം പോലെ അറിയുകയും ചെയ്യാം. പക്ഷെ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒരു ദിവസം 5 സമയങ്ങളായിട്ട് ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അതാണ് പ്രശ്നം. നമ്മളിത് തുരുതുരാറ് ചെല്ലാണ്. ഓർക്കും മസർക്കും മഗ്‌രിബിനും ഇശാക്കും സുബഹിക്കും ഒക്കെ ഇത് ചെല്ലുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞല്ല ചെല്ലുന്നത്. ഈ രണ്ട് പ്രാർത്ഥനയുടെയും അർത്ഥം, അതിൻ്റെ ആശയം നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലൂ, അതോടൊപ്പം ഒഴിഞ്ഞിരുന്ന് നമ്മുടേതായ പ്രവർത്തനങ്ങളെ ഒന്ന് ഓർത്തെടുത്ത് അത് കൃത്യമായി നമ്മുടെ ഓർമ്മകളിലേക്ക്, മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന്, ഫീലിങ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് ചൊല്ലുമ്പോൾ ചിലപ്പോൾ അറിയാതെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരിങ്ങനെ ഒഴുകിപ്പോവും. ആ കണ്ണുനീരിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലോക്കുകളും ഒലിച്ചു പോകും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം, നമ്മൾ തൊട്ടതെല്ലാം പൊന്നായി മാറും. ഉറപ്പാണത്, ഒരു സംശയമാണ്. അതാണ് ആ ഹദീസിൽ പറയുന്നത്, മല്ലസിമൽ ഇസ്തിഗ്ഫാർ, മല്ലസിമൽ ഇസ്തിഗ്ഫാർ. ഒരു വ്യക്തി പാപമോചനം പതിവാക്കിയാൽ ജഅലല്ലാഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അവന്റെ ജീവിതത്തിലെ എല്ലാ കുടുസുകളും, എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു പോകും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, അവന്റെ എല്ലാ ടെൻഷനുകളും ഇല്ലാതെയാകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ കണക്കുകൂട്ടാത്ത വഴികളിലൂടെ അവന് ഭക്ഷണപാനീയങ്ങൾ വന്നു ചേരും. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനമാണ് സുഹൃത്തുക്കളെ. ഈ രണ്ട് പ്രാർത്ഥനകൾ എടുത്തെടുത്ത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ നമ്മൾ ഓർത്തെടുത്ത് ഓരോന്നായി ഹീൽ ചെയ്ത് കഴുകിക്കളഞ്ഞ് ഓരോ ദിവസവും നമ്മൾ ഫ്രഷാണ്. അപ്പോഴാണ് തുടർന്നുള്ള ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിലും പരലോകത്തും നമ്മൾക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനുള്ള സൗഭാഗ്യം, അതായത് ഇസ്തിഗ്ഫാർ നടത്താനുള്ള ഒരു നല്ല ഒരു മനസ്സ് അല്ലാഹു നമുക്ക് ഉണ്ടാക്കി
ലോകത്തെ എല്ലാ ഭാഗത്തും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങളും അള്ളാഹു മനസ്സമാധാനവും മനസ്സുഖവും നൽകുമാറാവട്ടെ. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നല്ല ഭാവിയുള്ള, കൃത്യമായി നമസ്കരിക്കുന്ന, നല്ല പക്വതയുള്ള, നല്ല ഊർജസ്വലരായ മക്കളാക്കി വളർത്തിയെടുക്കുവാൻ അള്ളാഹു രക്ഷിതാക്കളായ നമുക്ക് കരുത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ, ഇണകളിൽ അള്ളാഹു ശാന്തി, സമാധാനം എല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പുരോഗതിയുള്ള നല്ല നന്മകൾ നിറഞ്ഞ പ്രവൃത്തികളായി അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു ശാന്തമാക്കട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.